നിങ്ങൾക്ക് കേൾക്കണോ? ഇത് ശബാബാണെങ്കിൽ വിചിന്തനം പറയുന്നു, കളവ് പറയൽ മത്സരം നടത്തിയ ഞങ്ങളല്ല. ഞാനതും കൂടി വായിക്ക കേട്ടോളൂ. സക്കരിയ സലഹി മടവൂരിനൊരു തുറന്ന കത്ത്. കുറെ കാലമായി മടവൂരിനെ അവർ പറയാൻ തുടങ്ങി. ഇത് അങ്ങനെ പറയിച്ചില്ല നിങ്ങളെ തന്നെ. മടവൂരിനെ പറയൽ ഇപ്പൊ എന്തായി? മടവൂരിനൊരു തുറന്ന കത്ത്. ആ കത്തിൽ എഴുതാണ്, പക്ഷേ രഹസ്യ സ്വഭാവമുള്ള സ്ഥിരം ഒരു വളണ്ടിയർ കോറും പള്ളികളിലെ പാതിരാ മീറ്റിംഗുകളും ലൈറ്റണച്ച തീവ്രവാദി മോഡൽ ബൈഅത്തും മുജാഹിദുകൾക്കിടയിലുള്ള ചാരപ്രവർത്തനവും നുണ പറയൽ മത്സരവും വളണ്ടിയർ കോർ ഉണ്ടാക്കുന്നതിന് മുമ്പുള്ള വളണ്ടിയർ സംവിധാനത്തിൽ മുമ്പ് ഉണ്ടായിരുന്നില്ല. പുതിയ സംവിധാനത്തിലാണുള്ളത്. അതാണ് ഉണ്ടായിരുന്നില്ല എന്നായത്. സംവിധാനത്തിലുണ്ടായിരുന്നില്ല. അപ്പോൾ വളണ്ടിയർ പ്രവർത്തനത്തോടല്ല, അതിന്റെ സംഘടനാ രീതിയോടും നിങ്ങളുണ്ടാക്കിയ ഗൂഢമായ ശൈലികളോടും അജണ്ടകളോടുമാണ് KNM-നും KJU-വിനും എതിർപ്പ്. പറയുന്നത് എന്താന്ന് ചോദിച്ചാൽ, അബ്ദുറഹ്മാൻ സലഫി കുറ്റ്യാടിയിൽ എന്ന് പറഞ്ഞു, മേപ്പയ്യൂരിൽ സലഫി കോംപ്ലക്സിൽ വെച്ച് ഒരു നുണ പറയൽ മത്സരം നടത്തി പോലും. മൗലവിമാർ ഏറ്റവും കൂടുതൽ നുണ പറയുന്നവർക്ക് സമ്മാനം. അബ്ദുൽ ലത്തീഫ് മൗലവി കോഴിക്കോട്ട് എന്ന് പറഞ്ഞു, ഈ പട്ടാളപ്പള്ളിന്റെ മുകളില് പാതിരക്ക് നിയമത്തുള്ള ഫാറൂഖ് പറഞ്ഞു, ഈ പട്ടാളപ്പള്ളിന്റെ മുകളില് നമ്മൾ നുണ പറയൽ മത്സരം നടത്തിയില്ലേ? എന്നിട്ടോ ആ മത്സരത്തിൽ വിജയിച്ച ആൾക്ക് 6 റെക്സോണ സോപ്പ് സമ്മാനം. എന്നിട്ട് ഈ ഫാറൂഖ് എന്നെ ചോദിക്കാണ്, ഈ 6 സോപ്പ് കൊണ്ട് കഴുകിയാൽ വൃത്തിയാകുമ്പോ ഈ പാപം? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഈ വളണ്ടിയർക്കുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളാണ് നമ്മൾ ചോദിക്കുന്നത്. ഇതിൽ വെച്ച് പരസ്യമായി പ്രസംഗിച്ചതിന് ശേഷം പിന്നെ ഭീഷണികളാവുന്നു. ഭീഷണികൾ എന്ന് പറഞ്ഞാൽ എന്നെ കൊല്ലും, വധഭീഷണിയായിരുന്നു. അതിലൊന്നൊരു പേടിയില്ലാത്ത ആളാണ് ഞാൻ. പിന്നെ എന്റെ ഭാര്യനെ വിളിച്ചിട്ട് അനാവശ്യങ്ങളൊക്കെ പറഞ്ഞുള്ള ഫോണ്, അതിലൊന്നും എനിക്ക് പ്രയാസം ഉണ്ടായിട്ടില്ല. അത് ഞങ്ങളൊക്കെ ഇവിടെ അടക്കിയിരുത്താൻ വേണ്ടിയുള്ള ഒരു പണി. അതിൽ ഭാര്യനെ സംബന്ധിച്ചിടത്തോളം കുറച്ചൊരു വിജയിച്ചിരുന്നു. ഭാര്യയ്ക്ക് പേടിയുണ്ടായി, നിങ്ങൾ അങ്ങനെ ഒന്നും പുറത്തു പോകണ്ടെന്നൊക്കെ പറയാൻ തുടങ്ങി. പിന്നെ എന്റെ ഉമ്മാക്ക് വളരെ മോശപ്പെട്ട ടെലിഫോണുകൾ വന്ന്, ഉമ്മ ഇവിടെ വന്ന് കരഞ്ഞ് ഫോണെ ചോദിച്ചു നോക്കാം. അപ്പോൾ എന്താണ് കരണെന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ നിരന്തരം വൃത്തിയിട്ട ഫോണുകൾ വരികയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ PT സുല്ലമിക്ക് നേരിട്ട് തന്നെ വിളിച്ചു. പക്ഷെ PT ചെയ്യൂല, വീട്ടിന്റെ അറിവോട് കൂടി എന്റെ വിശ്വാസം. കാരണം ഞങ്ങൾ തമ്മിൽ ബന്ധുക്കൾ, എന്റെ അളിയന്റെ അളിയനാണ് PT. അപ്പൊ ഉമ്മാക്ക് ഒരിക്കലും അങ്ങനത്തെ ഒരു ഫോൺ ചെയ്യണേന് PT നേതൃത്വം വഹിക്കൂല എന്ന് എനിക്ക് തോന്നി. PT ഇങ്ങനെ ഉണ്ടാവില്ല, തോന്നിയതായിരിക്കും, വല്ല ആളെയും സംശയം ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് പിന്നെ അങ്ങനെ ടെലിഫോൺ കാര്യമായിട്ട് വന്നിട്ടില്ല. അങ്ങനെ ഒരു പ്രയാസം ഉണ്ടാക്കി. അതിനേക്കാളും എനിക്ക് പ്രയാസം ഉണ്ടാക്കിയ സംഗതി എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ സത്യം തുറന്നു പറയാൻ വേണ്ടി രംഗത്ത് വന്നപ്പോൾ എന്റെ മാതിരി സത്യങ്ങൾ മനസ്സിലാക്കിയ കുറേ ആൾക്കാർ ആരും തുറന്നു പറയാൻ ധൈര്യപ്പെടുന്നില്ല. എല്ലാവരോടും ഞാൻ പലവട്ടം ആവശ്യപ്പെട്ടു, നിങ്ങൾ ആരെങ്കിലും ഒന്നിന്റെ കൂടെ ഇറങ്ങിയാൽ നമുക്കിത് പെട്ടെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും, ഇല്ലെങ്കിൽ സംഘടന നശിക്കും, ഈ ആദർശം പോകും എന്ന് പറഞ്ഞ് പല പ്രാവശ്യം പലരിടത്തും ചെന്നു. പക്ഷെ ആർക്കും ധൈര്യമല്ല പറയാൻ. നിങ്ങൾ പറഞ്ഞോളി, ഞങ്ങളെ പേര് പറയരുത്, ഞങ്ങളെ സ്റ്റേജിലേക്ക് വിളിക്കരുത് എന്ന് പറഞ്ഞ് എല്ലാവരും ഒഴിഞ്ഞു മാറിയപ്പോൾ വല്ലാത്തൊരു പ്രയാസം ഉണ്ടായി. മൂന്നാമത്തത്, നമ്മുടെ സ്വന്തം അണികളിലുള്ള ആൾക്കാർക്ക് പോലും ഇത് വിശ്വസിക്കാൻ കഴിയില്ല ഞാൻ പറയുന്ന കാര്യങ്ങൾ. ഉദാഹരണത്തിന് ഇപ്പോൾ TP അബ്ദുൽ മദനി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ നുണ പറയൽ മത്സരം പോലത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ശ്രദ്ധിക്കണം, ചിലപ്പോൾ ഇല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ നമ്മളതിന് വലിയ വില കൊടുക്കേണ്ടി വരും. ഞാൻ തീർത്ത് പറഞ്ഞത് സംഭവം നടന്നതാണ് എന്ന് പറഞ്ഞിട്ട് പോലും നമ്മുടെ അണികളിലുള്ള നേതാക്കന്മാർക്ക് അത് വിശ്വസിക്കാൻ പറ്റില്ല. ആരോ കുറ്റം പണ്ടുകാരില്ല, അങ്ങനത്തെ ഒരു പരിപാടിയാണല്ലോ നടന്നത്. അപ്പോൾ ഭയങ്കര ഒരു പ്രയാസം ഉണ്ടായി. അതൊക്കെ പിന്നെ അള്ളാന്റെ തൗഫീഖോട് കൂടി ആ ആൾക്കാരെന്നെ ഒക്കെ തിരിച്ചു വന്നതോടുകൂടിയൊക്കെ ഇപ്പം എല്ലാവർക്കും പറയാൻ വേദി വേണം, ഞങ്ങളെയും വിളിക്കണം പറയാനെന്നുള്ളൊരു അവസ്ഥയ്ക്ക് അൽഹംദുലില്ലാ എത്തി. പക്ഷെ എനിക്കത് അന്ന് തുറന്നു പറഞ്ഞിട്ടില്ലെങ്കിൽ അപകടം സംഭവിക്കുന്നുള്ള ഉറച്ച ബോധ്യമുള്ളതുകൊണ്ട് അതിമേൽ എന്ത് വരികയാണെങ്കിലും വന്നോട്ടെ എന്നുള്ള ഒരു തീരുമാനമുള്ളതുകൊണ്ടാണ് ഞാൻ അന്ന് രംഗത്തിറങ്ങിയത്. അങ്ങനത്തെ ചില പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇത് തുറന്നു പറയാൻ തുടങ്ങിയപ്പം ഓരോ കേസറ്റും കൊണ്ടുപോയിട്ട് മർക്കസ് ദാവിൽ അവർ കേട്ടിട്ട് വിലയിരുത്തി. അപ്പം എല്ലാ കേസറ്റുകൾക്കും നമുക്ക് എന്തെങ്കിലും മറുപടി പറഞ്ഞ് പിടിച്ചേക്കാം. പക്ഷേ ഈ നിഅമത്തുള്ള ഫാറൂഖിന്റെ ഈ കേസറ്റ് നമ്മൾ എന്ത് മറുപടി പറയും?
എന്നുള്ളതാണ് അവർ പറഞ്ഞത്. എന്നിട്ട് പിന്നെ നടന്ന സംഭവം എന്നെക്കുറിച്ച് മനുഷ്യൻ കേൾക്കാൻ പറ്റാത്ത തരത്തിലുള്ള തോന്നിയാസങ്ങൾ, ഞാൻ വളരെ ദുഷ്ടനാണ്, പണ്ടേ വളരെ മോശപ്പെട്ട ആളാണ്, തമ്മാടിയാണ് എന്നുള്ള നിലക്ക് അവർ പരസ്പരം പറഞ്ഞിട്ട് അങ്ങനെ എന്നെ വളരെ മോശക്കാരനാക്കിയിട്ട് ചിത്രീകരിച്ച മത്സരം. അത് ഞാൻ ഏറ്റവും അധികം മാനസികമായിട്ട് പ്രയാസപ്പെട്ടൊരു സംഭവമാണ്. ഞാൻ അന്നില്ല, ഞാൻ അതിന്റെ മുമ്പ് പോന്നിട്ടുണ്ട്. പക്ഷെ എനിക്കത് അപ്പം തന്നെ വിവരം കിട്ടി. നുണപറയൽ മത്സരം എന്ന് പറഞ്ഞാൽ എന്തിനാന്ന് വെച്ചാൽ AP പോലത്തെ നേതാക്കന്മാരെ എങ്ങനെ തേജോവധം ചെയ്യാന്നുള്ളതിന് ട്രെയിനിങ് ആണ്. ഒരാളെ സംബന്ധിച്ച് സത്യമാണ് എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിൽ എങ്ങനെ കളവ് പറയാന്നുള്ളതാണ്. അപ്പം അത് വളരെ ആവശ്യമാണെന്നുള്ളൊരു രൂപത്തിലാണ് ഇത് കൊണ്ടുവന്നത്. അങ്ങനെ കളവ് പറയിച്ചു. അപ്പോൾ ഓരോരുത്തരും വന്നിട്ട് വളരെ ഭംഗിയായിട്ട് ഒരു നല്ലൊരു മനുഷ്യനെ സംബന്ധിച്ച് അയാളുടെ നന്മകളൊക്കെ എടുത്തു പറഞ്ഞതിന് ശേഷം പിന്നെ അയാൾക്ക് അതല്ലാത്തൊരു മുഖമുണ്ട് എന്ന് പറഞ്ഞിട്ട് അയാളിലുള്ള ദുഷ്ടത, ഒന്നുകിൽ അയാൾ വ്യഭിചരിക്കുന്നത് കണ്ടതോ അല്ലെങ്കിൽ അയാൾ വേറെ സാമ്പത്തിക അഴിമതി എന്തെങ്കിലും പറഞ്ഞിട്ട് ആ കേട്ട മനുഷ്യന്റെ മനസ്സിൽ ഇയാളെ സംബന്ധിച്ച് വളരെ മോശമായിട്ടുള്ള ഒരു ചിത്രം ഉണ്ടാക്കുക. അങ്ങനത്തെ മത്സരമാണ്. ആ മത്സരത്തിൽ 1ാം സമ്മാനം കിട്ടിയ ആൾക്ക് 6 റക്സോണ സോപ്പും 6 സോപ്പും പെട്ടിയാണ്. 2ാം സമ്മാനം കിട്ടിയ ആൾക്കും അതുപോലെ തന്നെയാണ്. അപ്പോൾ രണ്ടും പാലക്കാട് ജില്ലക്കാർക്കാണ് കിട്ടിയത്. അപ്പോൾ ഇത് നമ്മൾ പ്രസംഗിച്ചുകൊണ്ട് നടക്കുമ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയും, എടാ നീ ഒരു നാറിയാണ്, ഒരു ദുഷ്ടനാണ്, അതുകൊണ്ട് ആ സോപ്പ് സമ്മാനം തന്നെ ഒന്ന് കുളിച്ചാളാ എന്നാലേ ഇത് നന്നാവുള്ളൂ എന്നല്ലേ ആ സോപ്പിന്റെ അർത്ഥം എന്നൊക്കെ ഞാൻ ചോദിക്കലുണ്ട്. പക്ഷെ എല്ലാവരും അരീക്കോട് ഞാൻ പ്രസംഗിച്ചപ്പോൾ അരീക്കോട്ടുകാർ മുഴുവൻ എന്തൊക്കെയോ തോന്നിയാസം പറഞ്ഞു പോയി എന്നല്ലാതെ ഒരു പ്രസംഗം നടത്തി അവിടെ വെറുതെ എന്തൊക്കെയോ ഇല്ലാത്ത കഥകൾ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ വളരെ പ്രയാസപ്പെട്ട് തെളിയിക്കാൻ. പിന്നെ എൻ്റെ കൂടെ കുറെ ആൾക്കാരുണ്ട് പോകുന്നവർ, അവർക്കത് അറിയാം. അവർ സ്റ്റേജിൽ കയറി പറയാൻ തയ്യാറുമില്ല. അവർ പറയില്ല, അവരെ നാവുകൊണ്ട് സംഗതി ഞാൻ പറയണം. അങ്ങനെ ഇപ്പോൾ TP വരെ എന്നെ വിളിച്ചിട്ട് ഉപദേശിച്ചു. ആ സമയത്താണ് ഇയാൾക്ക് അള്ള തൗബ കൊടുക്കുന്നത്. അതെൻ്റെ ഏറ്റവും വലിയ ഈ ഇതിൽ ഇറങ്ങിയതിന് ശേഷം സന്തോഷിപ്പിച്ചൊരു സംഗതി. ഈ അബ്ദുറഹ്മാൻ എന്ന് പറഞ്ഞ നുണപറയൽ മത്സരത്തിൽ 1ാം സമ്മാനം കിട്ടിയ ആൾക്ക് തൗബ ഉണ്ടായി. അയാൾ TPന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു. അപ്പോൾ TP എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ധൈര്യത്തിൽ പറഞ്ഞോ, എനിക്കത് വിശ്വസിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു, അതുകൊണ്ട് പറഞ്ഞതാണ്. ഇപ്പം എനിക്ക് വിശ്വാസമായി, ഇവർ എന്ത് ദുഷ്ടതയും ചെയ്യാൻ മടിക്കാത്തവരാന്ന് എനിക്ക് ഉറപ്പായി എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾക്ക് ഇപ്പോൾ സംസാരിക്കാൻ വേദി വേണം, അയാൾക്ക് തുറന്നു പറയണം, ചെയ്ത തെറ്റുകൾ തുറന്നു പറഞ്ഞിട്ട് അത് പൊറപ്പിക്കണം എന്നപ്പം അത്ര അവസ്ഥയിലെത്തി. ഇതൊക്കെ ഇതിന്റെ ട്രെയിനിങ്ങിന്റെ ഭാഗങ്ങളാണ്. എല്ലാ സംവിധാനവും അവർ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തൊരു പണിയാണ്. പട്ടാളപ്പള്ളിയിൽ വെച്ചിട്ട് താടി ഒട്ടിച്ച് തലയെക്കെട്ടൊക്കെ കെട്ടിയിട്ട് സുന്നികളുടെ കുട്ടികളുടെ മാതിരി മുദ്രാവാക്യം വിളിച്ചിട്ട് ടൗൺ ഹാളിൽ നമ്മളെ പരിപാടി നടക്കുമ്പോൾ അതിന്റെ മുമ്പിലൂടെ ഒരു പ്രകടനം പോവുക, സുന്നി കുട്ടികളെ. അപ്പൊ APന്റെ കുട്ടികളായിട്ട് ചിത്രീകരിച്ചത്. അങ്ങനെ നമ്മുടെ ജമാൽ ചെറുവാടി വേഷം മാറുമ്പോൾ അതിന്റെ മുകളിലുണ്ട് താടിയൊക്കെ ഒട്ടിച്ച് തലയെക്കെട്ടൊക്കെ വെക്കുമ്പോൾ ജമാൽ ചെറുവാടി പറഞ്ഞു, ഇത് വലിയൊരു തെറ്റാണ്, ഈ പവിത്രമായ പട്ടാളപ്പള്ളിന്റെ മുകളിൽ വെച്ചിട്ട് ഇങ്ങനത്തെ ഒരു പണി നമ്മൾ ചെയ്യാന്ന് പറഞ്ഞാൽ പടച്ചോൻ പൊറുക്കൂല, ഞാൻ ഒരിക്കലും ഇതിൽ കൂടൂല, ഇത് ഭയങ്കര തെറ്റാണെന്ന് മൂപ്പര് വായിച്ചപ്പോൾ അതൊക്കെ ചില സന്ദർഭത്തിൽ ആവശ്യമായിട്ട് വരും. ഇപ്പം മറ്റേ നുണപറയൽ മത്സരത്തിന് തന്നെ ഈ 1ാം സമ്മാനം കിട്ടിയാൽ ചോദിച്ചിട്ടുണ്ട്, ഇത് തെറ്റല്ലേ നമ്മൾ ചെയ്യണമെന്ന്. അപ്പൊ അയാൾ എന്നോട് പറഞ്ഞു, PTV രാണ്ടുസ്വല്ലം എന്നോട് പറഞ്ഞു, ഇത് തെറ്റൊന്നുമില്ല, റസൂലിന്റെ കാലത്ത് നടന്നിട്ടുണ്ട് ഇങ്ങനെയൊക്കെ സംഭവം. ചിലപ്പം യുദ്ധത്തിന്റെ സമയത്തൊക്കെ ഇത് ആവശ്യമായി വരും, അതിനുള്ള ട്രെയിനിങ് ആണ് എന്നുള്ള. ആദ്യം പറഞ്ഞത് നിലമ്പൂരിൽ നിന്ന് പ്രസംഗിച്ചത് അങ്ങനെ നുണപറയൽ മത്സരം നടന്നിട്ടില്ല, നടന്നിട്ടുണ്ടെങ്കിൽ 1ാം സമ്മാനം കിട്ടിയ നിഅമത്തുല്ലാ ഫാറൂഖിക്കാണ്. പിന്നെ അബ്ദുറഹ്മാൻ കെട്ടി നമ്മളെ കൂട്ടത്തേക്ക് വന്നപ്പോൾ പറഞ്ഞു അത് നുണപറയൽ മത്സരമല്ലായിരുന്നു, കഥ പറയൽ മത്സരമായിരുന്നു എന്നാണ്. പിന്നെ പറഞ്ഞു ബുദ്ധിക്ക് വികാസം ഉണ്ടാകാൻ വേണ്ടിയുള്ള ട്രെയിനിങ് ആണ് എന്ന് പറഞ്ഞു. ഏതായാലും ഇപ്പൊ തത്വത്തിൽ അബ്ദുറഹ്മാൻ വന്നതോടുകൂടി ഇപ്പം എല്ലാവർക്കും അത് ബോധ്യമായി. എന്നതുപോലെ ഈ പ്രകടനം പോയപ്പോൾ ജമാൽ ചെറുവാടി നന്നായിട്ട് ആക്ഷേപിച്ചതാണ്. അപ്പൊ ഞാൻ അവിടെ കാവൽക്കാരനാണ് ടൗൺ ഹാളിൽ. അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ അരീക്കോടുള്ള ഒരു മൊലിയാരുട്ടിന്റെ മാതിരി ഒരു മൊലിയാരുട്ടി, ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുമ്പോൾ അസൂറിന്റെ മുഖച്ചായുള്ള ഒരു മൊലിയാരുട്ടി. അപ്പൊ ഒരു മൊലിയാരുട്ടി അല്ല, അതിൽ വേറെ ആൾക്കാരുണ്ടാവുമല്ലോ എന്ന് വിചാരിച്ച് കുറച്ചും കൂടി ഇപ്പൊ അരീക്കോടുള്ള വേറൊരു കുട്ടിന്റെ മുഖച്ചായാലും ഒരു മൊലിയാര്. അപ്പൊ എനിക്ക് സംശയം. പിന്നെ ആ പ്രകടനം എന്തായെന്ന് എനിക്കറിയില്ല. പിന്നെ അന്വേഷിച്ച് നോക്കുമ്പോഴാണ് എനിക്ക് വിവരം കിട്ടിയത്, നമ്മുടെ കുട്ടികളെ കൊണ്ട് സുന്നി കുട്ടികളുടെ വേഷം കെട്ടിച്ചിട്ട് നമുക്കെതിരിൽ പ്രകടനം നടത്തിച്ചിട്ട് നേതാക്കന്മാർ ഇവരെങ്ങാനും ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ കയറിയാൽ എന്തായിരിക്കും സ്ഥിതി? ഇങ്ങനത്തെ ഒരുപാട് പരിപാടികൾ പലതും നമ്മൾ അറിയുന്നതുണ്ടാകും, അറിയാത്തതുണ്ടാവും. ഞാൻ അറിയണേ നിങ്ങൾക്കറിയില്ല, നിങ്ങൾ അറിയണേ എനിക്കറിയില്ല. അതിന് വളണ്ടിയർ കോർന്ന് പോകുന്ന കംപ്ലീറ്റ് ആൾക്കാരെ വിളിച്ചു കൂട്ടിയാൽ ഒരുപാട് അത്ഭുതങ്ങൾ പുറത്തേക്ക് വരാണ്ടെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഇങ്ങനെയാണ് ഇതിന്റെ ട്രെയിനിങ്ങിന്റെ സംവിധാനം. ബാക്കി കുറെ കാര്യങ്ങൾ പറയാണ്ട്, പലതും ഞാൻ പറയാതിരിക്കാണ്. കാരണം പറയാത്ത ഒരുപാട് കാര്യങ്ങൾ എന്റെ മനസ്സിലുണ്ട്. അത് ഞാൻ അങ്ങനെയൊന്നും പറയില്ല, പറയേണ്ടി വന്നെങ്കിൽ മാത്രമേ പറയുള്ളൂ. പിന്നെ ഈ മത്സരത്തിൽ പങ്കെടുത്ത അയാൾ എവിടെയാണ് സ്ഥലം? അയാള് നമ്മുടെ എടത്തനാട്ടിന്റെ അപ്പുറത്ത് ഒരു സ്ഥലം ഉണ്ടല്ലോ, എന്താണ് അതിന്റെ പേര്, എടത്തനാട്ടിന്റെ തൊട്ടടുത്ത് തന്നെ
അവിടെയാണ് ഇപ്പോൾ ആള് തെക്കൻകുറ്റൂർ പള്ളിയിലാണ് ജോലി ചെയ്യുന്നത്. അലനല്ലൂർക്കാരനാണ് മൂപ്പര്. അലനല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ആളാണ്. 2ാം സമ്മാനം കിട്ടിയ ആളും പാലക്കാട് ജില്ലക്കാരൻ തന്നെയാണ്. എന്റെ അടുത്ത സുഹൃത്താണ്. നമ്മുടെ പിരിച്ചുവിടപ്പെട്ട ISM ട്രഷററാണ് മൂപ്പർ. മൂപ്പർക്കാണ് 2ാം സമ്മാനം. രണ്ടും പാലക്കാട് ജില്ലക്കാർക്കാണ് സമ്മാനം കിട്ടിയിട്ടുള്ളത്. അങ്ങനെയാണ് നുണപറയൽ മത്സരത്തിന്റെ. ഏതായാലും അതൊക്കെ ഒന്നിപ്പം അള്ളാന്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ അരീക്കോട് പ്രസംഗിച്ചപ്പോൾ പട്ടാളപ്പള്ളിയിലെ പ്രകടനത്തിൽ പങ്കെടുത്ത ആളെ സ്റ്റേജിന്റെ ബാക്കിൽ നിർത്തിയിട്ടാണ് പ്രസംഗിച്ചത്. സംശയമുള്ളവർക്ക് വരാൻ പങ്കെടുത്ത ആൾ ഇവിടെ ഉണ്ട് എന്നും പറഞ്ഞിട്ട്.